ഷുപ്പോളിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരല്പം ബിയർ കുടിക്കണമെന്നൊരു മോഹം. ഞാൻ സാധാരണയൊക്കെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ബാറിൽ പോയി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി മേടിക്കും. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ആ ബിയർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ അല്ലെങ്കിൽ ആ മുഖത്തൊക്കെ തെളിഞ്ഞേക്കുന്ന ഒരു പ്രകാശമുണ്ടല്ലോ, അതാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിയർ ജിഞ്ചർ ബിയറാണ്. ഓക്കെ, അത്യാവശ്യം കിക്കൊക്കെയുള്ള ഒരു ജിഞ്ചർ ബിയറാണ്. എന്താണെങ്കിലും ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് എന്നുള്ള കാര്യം. അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ 2 ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. ചെറുത് എടുത്താൽ ചെറിയ കണ്ടന്റ് ആവും, അല്ലെങ്കിൽ വലുതെടുത്താൽ ഒരു അല്പം കൂടെ കൂടുതൽ ബിയർ ആവും എന്നുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ബിയർ ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ജിഞ്ചറാണ്, നമ്മുടെ ഇഞ്ചിയാണ്. ഈ ഒരു 2 ലിറ്ററിന് ഇത് മതി. പക്ഷേ ഇതിൽ അല്പം കൂടുതലായിട്ട് ഇഞ്ചി കൂടി വന്നുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അത് ഇച്ചൂടെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു നിർഭവുമില്ല. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാരയാണ്, ഷുഗർ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ലെമൺ മൊത്തമായിട്ട് വേണം. നല്ല വലിപ്പത്തിലുള്ള ലെമൺ ആണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട്. നമ്മൾ ചെറിയ നാരങ്ങയാണെങ്കിൽ, അതായത് ലൈം ആണെങ്കിൽ വളരെ ചെറുതാണല്ലോ, അതുകൊണ്ട് 2 എണ്ണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണി ഒരു 3 ടേബിൾ സ്പൂൺ വേണം. 3 ടേബിൾ സ്പൂണ്. ഈ ഒരു വലിയ ലിറ്ററിന്റെ അകത്താണെങ്കിൽ, നിങ്ങൾ ചെറിയ ബോട്ടിലിന്റെ അകത്താണെങ്കിൽ 1.5. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഇത് വൈറ്റ് റം ആണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം വരുമെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ വരും, അതുകൊണ്ടാണ് ഇട്ടത്. വൈറ്റ് റമ്മിന് പകരം ഡാർക്ക് റം ഇടുക, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, വൈറ്റ് റം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാം മുഴുവൻ ജിഞ്ചറും. അതിനുശേഷം നമുക്ക് ലെമൺ ഒന്ന് കട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ കുപ്പി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ആദ്യം തന്നെ ഇതിലേക്ക് ഇടുക. അതായത് നമ്മുടെ ഇഞ്ചി മൊത്തമായിട്ട് തന്നെ ഇടുക. ഓക്കെ, ഇട്ട ശേഷം നമുക്ക് നെക്സ്റ്റ് വെച്ചിരിക്കുന്ന ലെമൺ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ലെമൺ ഇത്രയും വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഇത് ഒരു ലെമൺ മതി. സാധാരണ ഉപയോഗിക്കുന്ന ലൈം ആണെങ്കിൽ, അതായത് നമ്മുടെ നാരങ്ങയാണെങ്കിൽ 2 നാരങ്ങ എടുക്കാം. ഇതിങ്ങനെ ഇതിനകത്ത് സ്ക്യൂസ് ചെയ്ത് മൊത്തമായിട്ട് ഒഴിക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഷുഗർ ഇതിനകത്തേക്ക് ഇടുക. സാവധാനം ഇട്ടാൽ മതി, ധൃതിയൊന്നുമില്ല. ഈ 1/2 കപ്പ് മൊത്തം ഇതിനകത്ത് വരണം. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് ഹണിയാണ്. അത് ചെറുതാനാണെങ്കിലും കുഴപ്പമില്ല, വലുതാനാണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 സ്പൂൺ. അതിനുശേഷം നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഈസ്റ്റ് ആണ്. ഇത്രയും ഈസ്റ്റ് ഇട്ടു. ഇനി നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഈ സാധനം ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞത് വൈറ്റ് റം ആണ്. ഇത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഒഴിക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആവും. ഓക്കെ, എന്താണെങ്കിലും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് റം ഒഴിക്കുന്നു. അത് വൈറ്റ് റമ്മിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് റം ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നു. അതായത് നമ്മൾ ഇട്ടേക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ ഷുഗർ, ഹണി, നമ്മുടെ ഈസ്റ്റ്, ഇപ്പം വൈറ്റ് റം. ഓക്കെ, ഇനി വേണ്ടത് ഈ ഒരു ബോട്ടിലിന്റെ ഇവിടം വരെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണം. ഇവിടം വരെ നമുക്ക് വെള്ളം ഒഴിച്ച് നിറയ്ക്കണം. അത് എത്ര ഗ്ലാസ് ഒഴിക്കുന്നു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ബോട്ടിലിന്റെ ഏകദേശം ഈ ഭാഗം വരെ നടക്കണം. ഞാൻ പറഞ്ഞ ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിരിക്കണം, കാരണം ഫെർമെന്റേഷൻ നടക്കാൻ വേണ്ടി ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ബോട്ടിൽ മൊത്തമായിട്ട് നിറയ്ക്കാൻ പാടില്ല. ബോട്ടിലിന്റെ ഒരല്പം ഭാഗം മുകളിൽ വരെ നിറയ്ക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ ബോട്ടിൽ ശരിക്കും സീൽ ചെയ്യാം. ശരിക്കും ടൈറ്റാക്കി അടക്കണം. ശരിക്കും ടൈറ്റാക്കി അടക്കണം. അതിനുശേഷം
ഒന്ന് ഇതുപോലെ കുലുക്കാം. കുറച്ച് എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടി. ഓക്കെ, കുലുക്കിയ ശേഷം ഇതാ നമുക്കിങ്ങനെ വെക്കാം. ഇത് നിങ്ങൾക്ക് അധികം ചൂട് കിട്ടാത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുക. എന്ന് കരുതി അധികം തണുപ്പും പാടില്ല. ഒരു മീഡിയം റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഒരു കുപ്പി സൂക്ഷിച്ചു വെക്കാം. ഏകദേശം 48 മണിക്കൂർ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, 48 മണിക്കൂർ ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുക. അനക്കമൊന്നും ചെയ്യരുത്, അതേപോലെ തന്നെ ഇരിക്കട്ടെ. 48 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം എന്തായിരിക്കും ഇതിന് സംഭവിച്ചതെന്നുള്ള കാര്യം. ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ, അത് നമുക്കിനി നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, എന്താണെങ്കിലും നേരത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും, അതായത് ഇഞ്ചിയും അതിന്റെ ബാക്കിയും എല്ലാം മുകളിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അരിച്ചെടുത്ത ശേഷം പിന്നെ മറ്റൊരു ബോർഡിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ഗ്ലാസ്സിൽ അരിച്ചെടുത്താലും മതി. എനിവേ എന്താണെങ്കിലും അരിക്കുന്ന താല്പര്യമുള്ളവർക്ക് അരിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കാരണം നല്ല സ്പാർക്ലിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സോഡ ഒക്കെ പൊട്ടിക്കുന്ന പോലെ അല്ലെങ്കിൽ ബിയർ ഒക്കെ പൊട്ടിക്കുന്ന പോലെ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഗ്ലാസ് ഒഴിക്കാം. ശേഷം റെഡി. സൂപ്പർ. കുടിക്കുന്നൂടെ ഇഞ്ചിയുടെ ഈ ടിപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ പോയാലും വയറ്റിലേക്ക് പോയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, കാരണം വയറ്റിന് നല്ലതാണല്ലോ, നല്ലതായിട്ട് ദഹനം നടക്കാൻ വേണ്ടി ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. കണ്ടത് മനോഹരം, കാണാൻ പോകുന്ന അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി ദൂരേക്കും. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൻ.